ഈ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് ഞെട്ടിയൊന്നും വേണ്ട, ഞാൻ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ചു, കടുക് ഇട്ട് കൊടുത്തു, ഇതൊക്കെ ഇട്ട് കൊടുത്തു, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കറിവേപ്പില. ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. കുറച്ച് ഞാൻ വാളൻപുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. തക്കാളി കൊണ്ടുള്ളത് ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആറിയിട്ട് ഇതൊന്ന് മിക്സിയിൽ അടിച്ചു പറഞ്ഞാൽ ആ തൊലിയൊക്കെ ഇങ്ങനെ അരഞ്ഞ് വരും. കുറച്ചുകൂടെ നന്നായിരിക്കും തോന്നുന്നു. ഞാൻ ഒന്ന് മിക്സിയിലിട്ട് ഓൺ ചെയ്തെടുക്കട്ടെ. മിക്സിയിലിട്ട് അരച്ചപ്പോഴത്തേക്ക് ഒന്ന് ഓൺ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ, ഇങ്ങനെ മതിയാവും. അപ്പോൾ കുറച്ചുകൂടെ കഴിക്കാൻ നല്ല ഒരു സോഫ്റ്റ് ആയിരിക്കും, ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. എടുത്ത് വെച്ചിട്ട് അച്ചാർ പോലെ ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരുന്നു മാത്രം. തക്കാളിയൊക്കെ ഇപ്പോൾ ധാരാളം വിലക്കുറവല്ലേ, അപ്പോൾ ധാരാളം കിട്ടും. 3 റെഡി ആയിട്ടുണ്ട്.